നോയമ്പുകാല ധ്യാനത്തിലൂടെ കടന്നു പോകുന്നു. നമുക്കൊരു നിമിഷം ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോയമ്പുകാല ധ്യാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ഈശോ ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ കൊടുക്കുന്നു. എന്നാൽ യേശു കുറച്ചുകൂടി വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമുക്കറിയാം, പത്രോസ് കൊടുക്കുന്ന വളരെ മനോഹരമായ ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ഉത്തരം കേൾക്കുന്ന ഉടനെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു പറയുന്ന കാര്യം ഇതാണ്. യേശു അവനോട് പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ ആശീർവദിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ മാർപ്പാപ്പയെ യേശു മാർപ്പാപ്പയായിട്ട്, അല്ലെങ്കിൽ സഭയുടെ തലവനായിട്ട്, അല്ലെങ്കിൽ സഭയുടെ അടിത്തറയായിട്ട്, സഭയുടെ പാറയായിട്ട് മാർപ്പാപ്പയെ ഉറപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, അടുത്ത ഭാഗത്ത് യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള കാര്യം പറയുന്നു. ഉടനെ പത്രോസ് പറയുകയാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അടുത്ത സെക്കൻഡിൽ പത്രോസിനെ യേശു വിളിക്കുന്ന പേര് സാത്താനെ എന്നാണ്. കുറച്ചു മുമ്പ്, സെക്കൻഡുകൾക്ക് മുമ്പ് യേശു എന്ത് പറഞ്ഞു? നീ പാറയാണ്, നരകവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. എന്നാൽ തൊട്ടടുത്ത് അതേ വ്യക്തിയെ യേശു വിളിക്കുന്നു സാത്താനെ എന്ന്. അർത്ഥം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, തിന്മ കടന്നു വരുന്ന ചില വഴികളുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ആദ്യത്തെ മാർപ്പാപ്പ വീണുപോയി? ആദ്യത്തെ മാർപ്പാപ്പയുടെ വീഴ്ചയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ പത്രോസിൻ്റെ വീഴ്ചയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മൾ ആദ്യം കാണുന്നൊരു കാര്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. വചനം ഇങ്ങനെ പറഞ്ഞു, യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ വീഴ്ചയുടെ ആദ്യത്തെ തലം ആരംഭിക്കുന്നത് അവിടെയാണ്. കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട്, നീ എന്നെ നിഷേധിക്കും, നീ എന്നെ നിഷേധിച്ചു പറയും. ഓർക്കുക, ഒരാളുടെ വീഴ്ചയുടെ ഒന്നാമത്തെ തലം വരുന്നത് അവിടെയാണ്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ, ദൈവത്തിൻ്റെ സ്വരം അവഗണിക്കുന്നു എന്നതാണ് വീഴ്ചയുടെ ആദ്യ തലം. വീഴ്ചയുടെ ആദ്യ തലം ആരംഭിക്കുന്നത് അവിടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 13 പഠിക്കുമ്പോൾ മനസ്സിലാകും. ആ 13-ാം അധ്യായം മുഴുവനും ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. 3-4 പ്രാവശ്യം പറയുന്നത്, നിങ്ങളോടൊപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കുന്നതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യമാണ് വചനം പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ അവൻ്റെ സ്വരം ഇടറി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരാളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു തകർച്ച, ഒരു വീഴ്ചയുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവിക സ്വരം, ദൈവിക മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നവീകരിക്കപ്പെടേണ്ട മേഖല എന്താണ്? ഇന്നലകളിൽ ദൈവിക മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ചിട്ടുണ്ടോ?
പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു മകനേ ഉള്ളൂ അവർക്ക്. ഈ മകൻ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു. രാത്രി ദൂരത്തുനിന്ന് പഠിക്കുന്ന സ്ഥലത്തുനിന്ന് തലേ ദിവസം യാത്ര ആരംഭിച്ചു. രാത്രി വീട്ടിൽ വന്നു. അപ്പോൾ തലേ രാത്രി ഉറങ്ങിയിട്ടില്ല. ഈ അമ്മ പറഞ്ഞു, മോനെ നീ കിടന്നുറങ്ങ്. അപ്പോൾ 2-3 ഫ്രണ്ട്സ് വിളിച്ചു. ഇവൻ ഫ്രണ്ട്സിനോടൊപ്പം ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ പോയതാണ് പുറത്ത്. ആ പോക്കിലാണ് മരണം സംഭവിക്കുന്നത്, ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഈ ആക്സിഡൻ്റ് നടന്ന വീട്ടിൽ ചെന്നപ്പോൾ ഈ മകൻ്റെ ശവശരീരം കെട്ടിപ്പിടിച്ച് ഈ അമ്മ ആവർത്തിച്ച് കരയുന്നൊരു കരച്ചിൽ അവിടെ എല്ലാവരും കേട്ടു. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ ഇപ്പം പോകേണ്ട, നീ ഉറങ്ങിയിട്ടില്ല, ഇപ്പം പോകേണ്ട എന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ആ അമ്മയുടെ നിർബന്ധം, അമ്മയുടെ പോകണ്ട എന്ന വാക്ക് ഒരു മുന്നറിയിപ്പായിരുന്നുവോ? നമ്മൾ ഓർക്കുക, എത്രയോ മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടുന്നു. പത്രോസിനോട് ഈശോ കൃത്യമായിട്ട് പറയുന്നു, നീ 2 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഇതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഈ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു. ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. ഒരു കുടുംബത്തിൽ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ദൈവം മുന്നറിയിപ്പുകൾ തരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കുടുംബം, ആ കുടുംബം ഉണ്ടായിരുന്ന വീടും സ്ഥലവും പോലും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അച്ഛാ, ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോയതാണ്, ഈ ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഇറങ്ങണ്ട, ഇത്രയും ലോൺ എടുത്ത്, ഇത്രയും ഈട് വെച്ച്, ഇത്രയും സ്ഥലം അല്ലെങ്കിൽ നമുക്കുള്ള ഇതെല്ലാം ലോൺ വെച്ച് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞതാണ്. ഒരു പക്ഷേ നമ്മളുടെ കൂടെ ഒരു ഭാര്യ, ചിലപ്പോൾ ആ ഭാര്യയിലൂടെ ആയിരിക്കാം ദൈവസ്വരം വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വീഴ്ചയുടെ പിന്നിൽ ദൈവസ്വരം അവഗണിക്കുന്നു, മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. എവിടെയെല്ലാം മുന്നറിയിപ്പുകൾ ദൈവം സംസാരിക്കുന്നുണ്ട്. ആരും ഒരു സുപ്രഭാതത്തിൽ വീഴുന്നില്ല, ആരും ഒരു സുപ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ തകരുന്നില്ല. മറിച്ച് ആവർത്തിച്ച് ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് ഒരു തകർച്ചയുടെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മൾ ഒരു വീഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാര്യം ഉറപ്പാണ്. ഇന്നലകളിൽ ദൈവം ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ, ഒരു പക്ഷേ നമ്മുടെ അധികാരികളിലൂടെ, ഒരു പക്ഷേ ദൈവം നേരിട്ട് നമുക്ക് നൽകിയ ചില മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ സ്വരം കേട്ടില്ല, അത് വചനം പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്വരം കേട്ടില്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഇംഗിതമനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. നമ്മുടെ ബുദ്ധി പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് ഇതല്ല. ദൈവസ്വരം നമ്മൾ തിരിച്ചറിഞ്ഞ്, ദൈവ മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുക. അതാണ് പത്രോസിൻ്റെ വീഴ്ചയുടെ ആദ്യത്തെ തലം, മുന്നറിയിപ്പുകൾ അവഗണിച്ചു എന്നതാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് 26-ാം അധ്യായത്തിൽ 58-ാമത്തെ വചനമാണ്. അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്, പത്രോസ് അവനെ അല്പം അകലെയായിട്ട് അനുഗമിച്ചു. ഇതാണ് രണ്ടാമത് ഒരാളുടെ വീഴ്ചയുടെ കാരണം. ഒരു കുടുംബം തകരുന്നുണ്ടെങ്കിൽ, ഒരു പൗരോഹിത്യം തകരുന്നുണ്ടെങ്കിൽ, ഒരു ദാമ്പത്യ ജീവിതം തകരുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാരണം വേറൊന്നുമല്ല, ദൈവത്തിൽ നിന്നുള്ള അകലമാണ്. നമുക്കറിയാം മർക്കോസ് 3:13 എന്തിനാണ് ദൈവം പത്രോസിനെ വിളിച്ചത്? തന്നോട് കൂടെ ആയിരിക്കുവാൻ. കണ്ടോ, കൂടെ ആയിരിക്കേണ്ട പത്രോസ് ഇപ്പം എന്ത് സംഭവിച്ചു? വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു, പത്രോസ് അകലേക്ക് പോയി. ഇതാണ് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പത്രോസ് അകലേക്ക് പോയി, പത്രോസ് അകലെയായിട്ട് അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കേണ്ട ചില ഇടങ്ങളൊക്കെ ഉണ്ട്, നമ്മളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില ഇടമുണ്ട്. പത്രോസ് അകലെയായിട്ട് അനുഗമിച്ചു. ഇതാണ് ഈ അകലം. നമ്മൾ ഓർക്കുക, ഈ പത്രോസ് അകലെയായിട്ട് അനുഗമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് അത് വെറും ഒരു അകലമാണെന്ന്. ഈ യേശുവിൽ നിന്നുള്ള അകലം
നമ്മെ മറ്റു പലരോടും അടുപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, പത്രോസ് അകലെയായിട്ട് അനുഗമിച്ചുവെന്ന് പറയുമ്പോൾ യേശുവിൽ നിന്നും അകലെയായി. അപ്പോൾ ഇനി പത്രോസ് ഇപ്പോൾ ആരോടടുത്തു? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 18:18. യോഹന്നാൻ 18:18 നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 18:18 നമ്മൾ വായിക്കുന്ന വചനം ഇതാണ്: തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസ് അവരോട് ഒപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. കണ്ടോ, ഇപ്പോൾ പത്രോസ് ഇരിക്കുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്തവരുടെ ഭൃത്യന്മാരോടും സേവകരോടുമൊപ്പം തീ കായുന്നു. 2 വചനങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പത്രോസ് അകലെയായി, ഇപ്പോൾ പത്രോസ് ഒപ്പമായി. യേശുവിൽ നിന്നുള്ള അകലം നമ്മളെ ചിലരോടൊപ്പമാക്കി മാറ്റുന്നുണ്ട്. യേശുവിൽ നിന്നുള്ള അകലം നമ്മളെ ചിലരോട് അടുപ്പിക്കുന്നുണ്ട്. ആരോടാണ് അടുപ്പിക്കുന്നത്? അവർ ഭൃത്യന്മാരോടും സേവകരോടുമൊപ്പം തീ കായുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, പത്രോസ് യേശുവിൽ നിന്നകന്നു. പത്രോസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ചവരുടെ ഒപ്പമാകുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ കൂദാശകളിൽ നിന്നുള്ള അകലം, നമ്മുടെ സഭയിൽ നിന്നുള്ള അകലം, ദൈവവചനത്തിൽ നിന്നുള്ള അകലം നമ്മളെ എവിടെ എത്തിക്കുന്നു? നമ്മൾ മറ്റു പലരോടും കൂട്ടുകൂടുന്നുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ മറ്റു പലരുടെയും സൗഹൃദങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ നകരുമ്പോൾ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയിൽ നകലുമ്പോൾ മറ്റു പലരോടും ഞാൻ അടുക്കുന്നുണ്ട്, മറ്റു പലരിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഇതാണ് വീഴ്ചയുടെ അടുത്ത പ്രധാനപ്പെട്ട തലം. പത്രോസ് അകലെയായി അനുഗമിച്ചു. അപ്പം നമ്മൾ ഓർക്കുക, പത്രോസിനെ ഈശോ വിളിച്ചത് തന്നെ കൂടെ ആയിരിക്കുവാനാണ്. കൂടെ ആയിരിക്കുവാൻ വിളിച്ചവൻ അകലേക്ക് പോകുന്നതാണ് പ്രിയപ്പെട്ടവരുടെ അപകടം. അകലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇന്ന് സംഭവിക്കുന്ന കാര്യവതാണ്. നമ്മൾ ഓർക്കുക, ഒരുപാട് പേര്, ഒരുപാട് കുടുംബങ്ങളിൽ ഒരു പരാതിയാണ്, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് വരുന്നില്ല, ഒരുമിച്ച് കുടുംബത്തിൽ ഭക്ഷണമില്ല, ഒരുമിച്ച് കുടുംബത്തിലൊരു കൂട്ടായ്മയില്ല. ഈ കൂട്ടായ്മയിൽ നിന്ന് അകലുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും വേണ്ട എന്നല്ല, എന്നുവെച്ചാൽ നമ്മളായിരിക്കേണ്ട ചില കൂട്ടായ്മകളുണ്ട്. അത് കുടുംബത്തിൻ്റെ, അത് കുടുംബ പ്രാർത്ഥനയുടെ, അത് ചില ബന്ധങ്ങളുടെ. ആ കൂട്ടായ്മയിൽ നിന്ന് വെളിയിൽ പോകുന്നതാണ് സൗഹൃദങ്ങളിലേക്ക് വരുന്നത്. ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കാര്യം ഇതാണ്: ഒരുപാട് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നു, ലഹരിയിലേക്ക് വീണു പോകുന്നു. ഇതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ കാരണം കുട്ടികളെയോ അല്ലെങ്കിൽ ഈ ലഹരി സപ്ലൈ ചെയ്യുന്നവർ മാത്രമല്ല, മറിച്ച് ഇതിൻ്റെ കാരണം ഈ കുടുംബത്തിൽ അപ്പൻ ഒരു സമയത്ത് വരുന്നു, അമ്മ ഒരു സമയത്ത് വരുന്നു, മക്കൾ മറ്റൊരു സമയത്ത് വരുന്നു. അവരുടെ പഠനം അവർ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുന്നു. അവരോടൊപ്പം ഇരുന്ന് അവർക്ക് ലഭിക്കേണ്ട സ്നേഹം, അവർക്ക് ലഭിക്കേണ്ട ഒരു പരിഗണന കിട്ടുന്നില്ല. ഇത് പുറത്ത് കിട്ടുന്നു. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുട്ടിക്കും ലഹരിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത്, മറിച്ച് അവൻ ചില സൗഹൃദങ്ങളിലേക്ക്, അവൻ ചില ബന്ധങ്ങളിലേക്ക് പോകുന്നു. എന്ത് സംഭവിക്കുന്നു? ആ ബന്ധങ്ങൾ വളർന്ന് ആ ബന്ധങ്ങൾ അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതായിട്ട് മാറുന്നു. എവിടെയെല്ലാം തകർച്ചകൾ ഉണ്ടാകുന്നുണ്ടോ അവിടെ ദൈവം നിർത്തിയ ചില ബന്ധങ്ങളിൽ അകലം വരുന്നുണ്ട് എന്നത് നിഷേധിക്കുവാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, പത്രോസ് അകലെയായിട്ട് പോയി. നമ്മൾ ഓർക്കുക, ഈ അകലം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ? ഞാൻ നിൽക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ഞാൻ അകലുന്നുണ്ടോ? ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തെ ആശീർവദിച്ചുകൊണ്ട് ദൈവം പറയുന്നത് എന്താ? നിങ്ങൾ ഇനിമേൽ രണ്ടല്ല, നിങ്ങൾ ഒന്നാണ്. ഈ ഒരുമയിൽ നിന്ന് ദൈവം ഒന്നായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു മനസ്സോടെ കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരേ ചിന്തയോടെ കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരുമയോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം ആശയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ അകലുമ്പോഴാണ് തിന്മ കയറുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം ഒരു കുടുംബത്തെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുമയിൽ നിൽക്കണം. ഒരു ദാമ്പത്യ ജീവിതത്തെ അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു സഭാംഗമാണ്, ഒരു വൈദികനാണ്, അതോടൊപ്പം തന്നെ ഒരു വിൻസെൻഷൻ സഭാംഗമാണ്. ഓർക്കണം, അല്ലെങ്കിൽ ഞാൻ കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ്.
ഞാൻ ഈ കത്തോലിക്ക സഭയിൽ ഈ സഭയോട് അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തോട് ഒപ്പം ആയിരിക്കണമെന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, പത്രോസിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല യേശുവിൻ്റെ അവസ്ഥ. പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ എന്നെ ദൈവം നിർത്തി ഇടങ്ങളിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മുമ്പിലുള്ളത്, ഇപ്പോൾ എൻ്റെ സഭയിലുള്ളത്, ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്നത്. അതിന് പരിഹാരം ഈ സഭയുടെ വെളിയിലേക്ക് പോയിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ വെളിയിലേക്ക് പോയിക്കൊണ്ട്, ദൈവം നിർത്തി ബന്ധത്തിന് വെളിയിലേക്ക് പോയിക്കൊണ്ടല്ല ഞാനതിന് പരിഹാരം കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, പത്രോസിനുണ്ടായ അപകടം അതാണ്. പത്രോസ് അകലെയായിട്ട് യേശുവിനെ അനുഗമിച്ചു. അകലം മറ്റു പലതിലേക്കും നമ്മളെ അടുപ്പിക്കും. നമ്മളെ അടുപ്പിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാ പത്രോസ് തള്ളിപ്പറയുക. അവിടെയാണ് തള്ളിപ്പറയിൽ വരുന്നത്. അവിടെയാണ് പത്രോസ് പറയുന്നത്, ഞാൻ അവനെ അറിയില്ല. അപ്പോൾ ഈ അകലം പ്രിയപ്പെട്ടവരെ വർദ്ധിക്കുന്നു. യേശുവിനോടുള്ള അകലം തിന്മയോട് നമ്മളെ അടുപ്പിക്കുന്നുണ്ട്. അത് ആണ് അടുത്ത തകർച്ചയുടെ കാര്യം. പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് 34-ാമത്തെ വചനത്തിൽ, 26-ാം അധ്യായം 34. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണും. എല്ലാ തകർച്ചയുടെയും പിന്നിലെ അടിസ്ഥാന കാരണം അതാണ്, ഞാൻ തള്ളിപ്പറയില്ല. ഇതാണ് അടുത്ത കാരണം. ഈ ഞാൻ എന്ന ചിന്ത, എന്നിലുള്ള വിശ്വാസം, എന്നിലുള്ള ട്രസ്റ്റ്, എന്നിലുള്ള ഓവർ കോൺഫിഡൻസ്, ഓവർ ട്രസ്റ്റ്, സെൽഫ് സെൻറ്റേഡ്നെസ്, ഞാൻ എന്ന ഭാവം, ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരാളുടെ വീഴ്ചയുടെ അടുത്ത പ്രധാനപ്പെട്ട കാരണമായി ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. തീർന്നില്ല. എന്താ വചനം പറയുന്നത്? തണുപ്പായിരുന്നതിനാൽ പത്രോസ് അവരോടൊപ്പം തീ കായുകയായിരുന്നു. അടുത്തൊരു മേഖല അതാണ് പ്രിയപ്പെട്ടവരെ. തണുപ്പായിരുന്ന നമ്മൾ ഒരു കംഫർട്ട് സോൺ തേടിപ്പോകുന്നു. അല്പം ത്യാഗം, അല്പം ബുദ്ധിമുട്ട് ഏറ്റെടുക്കുവാൻ പറ്റാതെ വരുന്നു എന്നതാണ് വീഴ്ചയുടെ അടുത്ത പ്രധാനപ്പെട്ട കാരണം. അല്പം ബുദ്ധിമുട്ട്, അല്പം തകർച്ച ഏറ്റെടുക്കാൻ പറ്റാതെ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മളോർക്ക് കായുകയായിരുന്നു. പത്രോസ് തീ കായുകൊണ്ടിരിക്കുന്നു. അവിടെ വച്ചാണ്. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം നമ്മൾ പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ സുഖം തേടിപ്പോകുമ്പോൾ, ശരീരത്തിൻ്റെ കംഫർട്ട് തേടിപ്പോകുമ്പോൾ ഓർക്കുക, ശരീരത്തിൻ്റെ സുഖത്തിലൂടെയാണ് പലപ്പോഴും തിന്മയുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ശരീരത്തിൻ്റെ സുഖം അല്പം. അതുകൊണ്ടാണ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് ഈ ശരീരത്തിൽ ത്യാഗമെടുക്കുന്നു, ഉപവാസമെടുക്കുന്നു, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എടുക്കുന്നു, നോയമ്പ് നോക്കുന്നു? ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം മറ്റൊന്നാണ്. എന്താണ് കാരണം? നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ പിശാച് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ ശരീരത്തിൻ്റെ ആസക്തികൾ, ശരീരത്തിൻ്റെ ആശകൾ, അതിലൂടെയാണ് പിശാച് കടന്നു വരുന്നത്. പത്രോസ് എന്ത് ചെയ്യുന്നു? പത്രോസ് പ്രിയപ്പെട്ടവരെ ഇതാ അവരോടൊപ്പം തീ കായുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിന്മ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വഴി, നമ്മൾ ശരീരത്തിൻ്റെ സുഖം തേടി എൻ്റെ നമ്മൾ ഓർക്കുക, എല്ലാ പാപവും അല്പനേരത്തെ സുഖം തരും. അതുറപ്പായ കാര്യമാണ്. എല്ലാ പാപവും, എവരി സിൻ വിൽ ഗീവ് യു എ മൊമെൻ്ററി പ്രഷർ. അതുറപ്പായ കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ആരെങ്കിലും ഞാൻ ഇതിനടിമയാകും, ഇതെൻ്റെ ജീവിതത്തെ മുഴുവനും നശിപ്പിക്കും എന്ന് കരുതിക്കൊണ്ട് ആരെങ്കിലും ലഹരിയോ മദ്യമോ സിഗരറ്റോ ഉപയോഗിക്കുന്നുണ്ടോ? ഒരാൾ പോലുമില്ല. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ അതാണ് പിന്നീട് അടിമത്തത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഓർക്കുക, തീ കായുക എന്നത് അല്ലെങ്കിൽ ഒരു തണുപ്പുണ്ടായപ്പോൾ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. ചെറിയ പാപങ്ങളെ അവഗണിക്കുന്നതിലൂടെയാണ് വലിയ പാപം വരുന്നത്. അതറിയണമെങ്കിൽ പത്രോസിനെ മാത്രം ധ്യാനിച്ചാൽ മതി. പത്രോസ് ഒരു കള്ളം പറയുന്നുണ്ട്. പത്രോസ് പറഞ്ഞ കള്ളം എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പത്രോസ് ഒരു കള്ളം പറയുന്നുണ്ട്.
ആ കള്ളം യേശു പിടിക്കുന്നുമുണ്ട്. ആ കള്ളം ഇങ്ങനെയാണ്. പത്രോസ് പറയുന്ന കള്ളം ഇതാണ്. അവർ 17-ാം അധ്യായത്തിൽ അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? ഓർക്കുക, അവർ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? നികുതി കൊടുത്തിട്ടില്ല. പത്രോസ് എന്ത് പറഞ്ഞു? പത്രോസ് പറഞ്ഞു, അവൻ പറഞ്ഞു ഉവ്. ഒട്ടനെ പത്രോസ് ചാടിക്കരി പറഞ്ഞു ഉവ്. എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നികുതി കൊടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല, കാരണം അതിൻ്റെ എല്ലാം പൈസ എല്ലാം ഇരിക്കുന്നത് യൂദാസിൻ്റെ കയ്യിലാണ്. എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഉടനെ പത്രോസ് ചാടിക്കരി പറഞ്ഞു ഉവ്. പക്ഷേ ഇപ്പം എന്തിനാ പത്രോസ് അത് പറഞ്ഞതെന്നറിയാവോ? ഇപ്പം ആ നികുതി പിരിക്കുന്നവരിൽ നിന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടണം. ഇപ്പോൾ നികുതി പിരിക്കുന്നവരിൽ നിന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടണം. അതിന് ടാക്സ് കളക്ടേഴ്സ്, നികുതി പിരിക്കുന്നവർ വന്ന് ചോദിച്ചു, നികുതി കൊടുക്കുന്നില്ലേ? ഓ കൊടുത്തു. കൊടുത്തു. കണ്ടോ, ഒരു ചെറിയ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചെറിയ നുണ പറഞ്ഞു. ഇനി ഈ പത്രോസിന് സംഭവിക്കുന്ന അപകടം എന്താ? പത്രോസ് തള്ളിപ്പറയുന്നു. ചെറിയ തെറ്റാണ് വലുതാകുന്നത്. ഇനി യൂദാസ് എന്താ ചെയ്തത്? യൂദാസിനെ അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 12:5 വചനം പറയുന്നു, അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നത് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ആ സ്ത്രീ വന്ന് സുഗന്ധമേറിയ തൈലം യേശുവിൻ്റെ കാലുകളിൽ പൂശുമ്പോൾ യൂദാസ് പറയുകയാണ്, എന്തിനാ ഇത് പാഴാക്കുന്നത്? അത് ദരിദ്രർക്ക് കൊടുക്കാൻ പാടില്ല. ഉടനെ അടുത്ത വചനം, ഈ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ കാര്യം പറയും. അടുത്ത വചനം പറയുക, അവനിത് പറഞ്ഞത് ദരിദ്രരോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നത് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. ഇനി യൂദാസിൻ്റെ മെയിൻ പാപം എന്താ? 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. കണ്ടോ, യൂദാസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പാപം എന്തായിരുന്നു? ആദ്യം യൂദാസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പാപം, അവൻ ആ സഞ്ചിയിൽ നിന്ന് ആരും അറിയാതെ ചെറിയ നാണയങ്ങൾ എടുത്തിരുന്നു. എന്നാൽ ഇത് ആണ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന തിന്മയിൽ എത്തിയത്. പത്രോസ് ആർക്കും ദോഷമില്ലാത്തൊരു കള്ളം. യേശു ഇൻഡയറക്റ്റായിട്ട് പത്രോസിനെ അവിടെ തിരുത്തുന്നുണ്ട്. ഇനി വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഈ ടാക്സ് കൊടുക്കുന്നത് ആർക്കാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞ കള്ളത്തെ യേശു തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓർക്കുക, പത്രോസ് ആർക്കും ഉപദ്രവമില്ലാത്ത, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഓർക്കുക, വാതിൽക്കൽ അവർ നിൽക്കുന്നു, പത്രോസും കൂട്ടരും ദേവാലയത്തിനകത്തേക്ക് കയറുന്നു. പെട്ടെന്ന് പത്രോസ് നമ്മളോട് ഇങ്ങനെ വാതിൽക്കലേക്ക് അകത്തേക്ക് കയറുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയല്ലേ? പള്ളിയുടെ അകത്തേക്ക് നമ്മൾ ചെരുപ്പൂരിയിട്ട് കയറുമ്പോൾ എന്തെങ്കിലും ചോദിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പള്ളിക്കകത്തേക്ക് കയറാൻ വേണ്ടി എന്തെങ്കിലും ഉത്തരം പറയും. ഇതുപോലെ പത്രോസ് പറഞ്ഞ ഉത്തരവാണത്. കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓർക്കേണ്ട കാര്യം, അതാദ്യമൊന്ന് ഉത്തരവ് എന്താ? പത്രോസിൽ നിന്ന് ഇമ്മീഡിയറ്റായിട്ട് വന്ന റെസ്പോൺസ് ഇതായിരുന്നു, കള്ളമായിരുന്നു. പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു. ഓർക്കുക, ഇതാണ് പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, ഒരു പാപത്തെയും നമ്മൾ ലഘൂകരിക്കരുത്. എൻ്റെ കുട്ടികൾ അതൊരു കാര്യമല്ലേ, കൊച്ചൊരു പേന മോഷിച്ചു, അതിന് ലഘൂകരിക്കരുത് നമ്മൾ. ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോയി ടീച്ചേഴ്സ് പറഞ്ഞു, അവൻ നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. ലഘൂകരിക്കരുത് പ്രിയപ്പെട്ട പേരൻസ്, നമ്മൾ ലഘൂകരിക്കരുത്. ഒരു പാപത്തെയും നിസ്സാരവൽക്കരിക്കരുത്. അതാണ് വളരുന്നത്. അപ്പോൾ പത്രോസിൻ്റെ വീഴ്ചയുടെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഒന്നാമത്തെ കാരണം, മുന്നറിയിപ്പുകൾ അവഗണിച്ചു. രണ്ടാമത്തെ കാരണം, ഞാൻ എന്ന ഭാവം, ഞാൻ തള്ളിപ്പറയില്ല, ഞാൻ ഉപേക്ഷിക്കില്ല. മൂന്നാമത്തെ കാരണം, അകലെയായിട്ട് അനുഗമിച്ചു. നാലാമത്തെ കാരണം, അനുവദനീയമല്ലാത്ത സുഖങ്ങൾ തേടിപ്പോയി. അത് അനുവദനീയമല്ല. ഓക്കെ, അത് കുഴപ്പമില്ല, അവിടെ ഇരുന്ന് തീ കായുന്നത് കുഴപ്പമില്ല. പക്ഷെ ദൈവം അനുവദിക്കുന്നതല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അനുവദനീയമല്ലാത്തത് നമ്മൾ ഈ മാതാപിതാക്കളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ വരുമ്പോൾ അത് നമ്മളുടെ തകർച്ചയിലേക്ക്, പ്രിയപ്പെട്ടവരെ, നമ്മളെ നയിക്കും.
അടുത്തതെന്തായിരുന്നു? ചെറിയ പാപങ്ങളെ വേണ്ട ഗൗരവത്തോടെ എടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആദ്യത്തെ മാർപ്പാപ്പ വീഴാൻ ഉണ്ടായ കാരണം. ആദ്യത്തെ മാർപ്പാപ്പ വീണുവെങ്കിൽ നമുക്കെല്ലാവർക്കും വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെയാണ് ഈശോ പറയുന്നത് ജാഗ്രത കാണിക്കുക എന്ന്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം 1 യോഹന്നാൻ 1:7. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. 1 യോഹന്നാൻ 1:7. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മൾ. 1 യോഹന്നാൻ 1:7. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. 1 യോഹന്നാൻ 1:7. ഈ വചനം ആവർത്തിച്ച് പറയുക. ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഒരാൾ വീണ അവസ്ഥയിലാണ്, തകർച്ചയുടെ അവസ്ഥയിലാണ്, പാപത്തിലാണ്. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നിൽ ചില കുറവുകളുണ്ട്, എന്നിൽ ചില വിശുദ്ധീകരണത്തിന് ചില മേഖലകളുണ്ട്. ഒരൊറ്റ വചനം 1 യോഹന്നാൻ 1:7. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കും. ഈ വചനം നമ്മിൽ അഭിഷേകമായിട്ട് മാറാൻ ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാമേ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. ആനന്ദമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ഈശോയെ അങ്ങേ സ്നേഹത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ആരാധനയിൽ നിൽക്കുന്ന
ഓരോ കുടുംബത്തിൻ്റെയും മേൽ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. എവിടെയെല്ലാം പ്രിയപ്പെട്ട മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ഏത് സ്ഥലങ്ങളിൽ ഏത് രാജ്യങ്ങളിലായിരുന്നുവാലും അവിടെയെല്ലാം ഇപ്പോൾ ദൈവശക്തി ഇറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി ഈശോയെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, ഇതാ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ അവരുടെ മധ്യേ വസിക്കും, അവരുടെ മിഴികളിൽ നിന്ന് ഞാൻ കണ്ണുനീര് തുടച്ചു മാറ്റും. ഈശോയെ, ഇപ്പോൾ ഈ ആരാധനയിൽ ഞാൻ എൻ്റെ കുടുംബം നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഉത്തരം കട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളിൽ ഞാൻ നിൽക്കുന്നു. പരിഹാരമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ ചുറ്റി വലിയുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ കണ്ണുനീരും അറിയുന്നവനാണ് നീ. യേശുവേ, ഇപ്പോൾ കണ്ണീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും യേശുവേ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബത്തിലും അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യേ നീ ഇറങ്ങി നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ജീവിക്കുന്ന ദൈവമാണ്, നീ എൻ്റെ ഏക രക്ഷകനാണ്. ഈ വിശ്വാസത്തോടെ ഞാൻ നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവമഹത്വം ഇറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ കർത്താവേ. രോഗികൾ സുഖപ്പെടട്ടെ കർത്താവേ. തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ ആശീർവദിക്കണമേ കർത്താവേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, 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 യേശുവേ. എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്നു പൂവാണിയും, എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്നു പൂവാണിയും. എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവമുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവമുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും. യേശു പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം യേശു ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നു. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഞാൻ നിനക്കാരാണ്? പത്രോസ് ഉത്തരം പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ പത്രോസിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പാറയാണ്, നരകവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. നീ കെട്ടുന്നത് കെട്ടപ്പെടും, നീ അഴിക്കുന്നത് അഴിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച്, യേശു തൻ്റെ സഹനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ പത്രോസ് പറയുന്നു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അടുത്ത സെക്കൻഡിൽ പത്രോസിനെ ഈശോ വിളിക്കുന്നു സാത്താനെ എന്ന്. അർത്ഥം എന്താണ്? യേശു ആശീർവദിച്ചതാണ് പത്രോസിനെ. ഓർക്കുക, ദൈവം ആശീർവദിച്ച
എല്ലാ കാര്യങ്ങളെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിശാച്. ദൈവം സ്വന്തമാക്കിയ എല്ലാത്തിനെയും ദൈവത്തിൽ നിന്ന് അകറ്റണം, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിശാച്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഏറ്റുപറഞ്ഞ, യേശുവിനെ ദൈവപുത്രനും രക്ഷകനുമായിട്ട് ഏറ്റുപറഞ്ഞ പത്രോസ്, ആ പത്രോസിനെ യേശു ആശീർവദിക്കുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ പീഡാനുഭവത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പത്രോസ് വ്യതിചലിക്കുന്നു. പത്രോസിനെ യേശു വിളിക്കുന്നു സാത്താനെ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം യേശു സ്വന്തമാക്കിയതാണ്. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എനിക്കുള്ളതെല്ലാം യേശുവിൻ്റെതാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളിലൂടെ, നമ്മൾ ഒരിക്കലും നനയ്ക്കാത്ത ചില മുഹൂർത്തങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ സ്വന്തമാക്കാൻ പിശാച് ആഗ്രഹിക്കും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്വന്തമായ നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവാനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റുക. അതിനാൽ എവിടെയാണ് നമ്മൾ വീഴുന്നത്? നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഒന്ന്, പത്രോസിന് യേശു മുന്നറിയിപ്പ് കൊടുത്തു, 2 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തിന്മ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ, ദൈവത്തിൻ്റെ സ്വരം എവിടെയെല്ലാം നമ്മൾ മറക്കുന്നുവോ അവിടെയെല്ലാം തിന്മ കയറുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബജീവിതത്തോട്, എൻ്റെ ദാമ്പത്യ ജീവിതത്തോട്, എൻ്റെ സമർപ്പിത ജീവിതത്തോട്, എൻ്റെ പൗരോഹിത്യ ജീവിതത്തോട്, എൻ്റെ ജോലിയോട്, എൻ്റെ ബിസിനസ്സിനോട് ദൈവം മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഞാൻ എങ്ങനെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തിൽ, ഞാൻ എങ്ങനെ എൻ്റെ ജോലിയിൽ, ഞാൻ എങ്ങനെ എൻ്റെ ബിസിനസ്സിൽ, ഞാൻ എങ്ങനെ എൻ്റെ ബന്ധങ്ങളിൽ വ്യാപരിക്കണമെന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ശാരീരിക പ്രകൃതി, നമ്മളുടെ ബുദ്ധി, നമ്മുടെ മനസ്സാക്ഷി പറയുന്നത്, നമ്മുടെ മനസ്സാക്ഷിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. അതിനാൽ ഈ ആരാധനയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ, എവിടെയെല്ലാം ഞാൻ നിന്റെ സ്വരത്തെ അവഗണിച്ചു, എത്രയോ മുന്നറിയിപ്പുകൾ നീ എനിക്ക് നൽകി. ഇന്നത്തെ എൻ്റെ തകർച്ചകൾക്ക്, ഇന്നത്തെ എൻ്റെ പരാജയങ്ങൾക്ക് കാരണം ഇന്നലകളിൽ നീ നൽകിയ മുന്നറിയിപ്പുകൾ, ഇന്നലകളിൽ നീ നൽകിയ ഓർമ്മപ്പെടുത്തലുകൾ, ഇന്നലകളിൽ നിന്റെ വചനത്തെ അവഗണിച്ചതാണെങ്കിൽ ദൈവമേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നമ്മളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷെ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ കടന്നു വരുന്നില്ല? ഒരു പക്ഷെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ്, എത്രയോ പ്രാർത്ഥിച്ചു, എത്രയോ ദൈവത്തോട് ചേർന്ന് നിന്നു, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ കടന്നു വരുന്നില്ല എന്ന് പ്രിയപ്പെട്ട വ്യക്തി നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകൾ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു ചോദ്യം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ഇന്നലകളിൽ ദൈവം പറഞ്ഞ വചനം, ഇന്നലകളിൽ നിന്റെ കുടുംബത്തോട്, ദാമ്പത്യ ജീവിതത്തോട്, ജോലി മേഖലയോട്, നിന്റെ കുടുംബ ബന്ധങ്ങളോട് ദൈവം പറഞ്ഞ വചനം, ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് നീ അവഗണിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്, ദൈവത്തിൻ്റെ സ്വരം അവഗണിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ചെയ്യേണ്ടത് ആ നിമിഷത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുക. ദൈവമേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ
വചനം നമ്മൾ വായിക്കുന്നു, ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് നമ്മളിൽ വരുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. ഞാൻ എൻ്റെ എന്ന ചിന്ത, ഞാൻ എൻ്റെ എന്ന് പറയുന്നിടത്ത് പിശാച് കയറും. എന്നാൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവകരുണയിലാണ്. ദൈവകരുണയിൽ നമ്മൾ ആശ്രയിക്കുക. കാരണം എവിടെയെല്ലാം ഞാൻ എൻ്റേതെന്ന് പറയുമ്പോൾ അവിടെ മാനുഷികമായ പാപം, അവിടെ പാപത്തിൻ്റെ സ്വാധീനം ഉണ്ട്. അവിടെ തിന്മയ്ക്ക് കയറാൻ സാധിക്കും. പത്രോസ് എന്ത് പറഞ്ഞു? ഞാൻ തള്ളിപ്പറയില്ല. പത്രോസ് എന്ത് സംഭവിച്ചു? വചനം പറയുന്നു, അവൻ അകലെയായി യേശുവിനെ അനുഗമിച്ചു. മത്തായി 26:58 അവൻ അകലെയായി അനുഗമിച്ചു. യോഹന്നാൻ 18:18 ഇതാ എന്ത് നമ്മൾ കാണുന്നു? ഭൃത്യന്മാരും സേവകരും തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു, പത്രോസും അവരുടെ കൂടെ. ദൈവം യേശു പത്രോസിനെ വിളിച്ചത് മർക്കോസ് 3:13 തന്നോട് കൂടെ ആയിരിക്കുവാൻ. നമ്മുടെ കുടുംബത്തെ ദൈവം കാണുന്നത് ദൈവത്തോടൊപ്പമായിരിക്കുവാനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തോടൊപ്പമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇതാ മനുഷ്യൻ്റെ രൂപം അവിടുന്ന് സ്വീകരിച്ചു. ഇതാ അപ്പമായിട്ട് അവിടുന്ന് മാറി. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. മനുഷ്യനോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സുവിശേഷം ബൈബിൾ വെളിപ്പെടുത്തും. ബൈബിളിലെ എല്ലാ താളുകളും മറിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ ബൈബിൾ നമ്മോട് പറയുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കൂടെ ആയിരിക്കുക. എന്നാൽ പത്രോസ് അകലം പാലിച്ചു എന്ന് വചനം പറയുന്നു. നമ്മൾ ഓർക്കുക, ദൈവത്തിൽ നിന്നുള്ള അകലം നമ്മളെ അടുപ്പിക്കുന്നത് തിന്മയോടാണ്. ഈ സമയം നമ്മൾ ധ്യാനിക്കേണ്ടത് എവിടെയെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എവിടേക്ക് നമ്മൾ തിന്മയോടടുത്തു. ഞാൻ ഇന്നായിരിക്കുന്ന തിന്മ, എവിടെയെല്ലാം നമ്മൾ തിന്മയോടടുക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ട്. ഈശോ പഠിപ്പിച്ചു, നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ. നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. ഒന്നിനോട് ഞാൻ അടുക്കുമ്പോൾ മറ്റൊന്നിനോട് സ്വാഭാവികമായിട്ടും ഞാൻ അകലുന്നു. എവിടെയാണ് എൻ്റെ കുടുംബം? എവിടെയാണ് എൻ്റെ ദാമ്പത്യ ജീവിതം? എവിടെയാണ് എൻ്റെ വ്യക്തി ജീവിതം? എവിടെയാണ് ഞാൻ അകന്നത് എന്ന് ചിന്തിക്കുക. അവിടെയെല്ലാം ഞാൻ തിന്മയിലേക്ക് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നു, തണുപ്പായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസ് അവരോടുകൂടെ. അനുവദനീയമല്ലാത്ത സുഖം അത് പാപമാണ്. എല്ലാ പാപവും നമുക്ക് ഒരു സുഖം തരുന്നുണ്ട്. എവറി സിൻ വിൽ ഗീവ് യു മൊമെൻ്ററി പ്രഷർ. എല്ലാ പാപവും നമുക്കൊരു കംഫർട്ട്, ഒരു സുഖം, നമുക്ക് ഒരു സന്തോഷം തരുന്നുണ്ട്. അത് മൊമെൻ്ററിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ മാനുഷിക ബുദ്ധി, നമ്മളുടെ ശരീരം ഈ സുഖത്തിലേക്ക്, ഒരു പക്ഷേ അത് അല്പനേരത്തേക്കാണെങ്കിൽ പോലും ഈ സുഖത്തിലേക്ക് നമ്മളുടെ ശരീരം, നമ്മളുടെ ബുദ്ധി നമ്മളെ നയിക്കുന്നുണ്ട്. അവിടെ മുഴുവനും തണുപ്പായിരുന്നു, എന്നാൽ 2-3 പേര് അവിടെ ഇരുന്ന് തീ കായുന്നു. സ്വാഭാവികമായിട്ട് പത്രോസിൻ്റെ ശരീരം, പത്രോസിൻ്റെ മനസ്സ് ആ തീ കായുന്നവരിലേക്ക് പത്രോസിനെ അടുപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് മാനുഷിക സ്വഭാവമാണ്. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒരു തിന്മ ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വരും അതിൻ്റെ ഭാഗമാകാൻ.
അതിൻ്റെ ഭാഗമാകാൻ അതൊരു പ്ലഷർ നമുക്ക് തരുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിപ്പ് ബിയറാകാം, ഒരു ചെറിയ ലഹരിയാകാം, അതെനിക്കൊരു സന്തോഷം തരുന്നുണ്ട്. ഒരു ചീത്ത കാര്യമാകാം, അതൊരു മെൻ്റലി ഓർ ഫിസിക്കലി, മാനസികമോ ശാരീരികമായ ഒരു സന്തോഷം എനിക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഓർക്കുക, ഇതിൽ ഉണ്ടാകുന്ന അപകടം എന്താണ്? ഈ സന്തോഷം, ഈ മൊമെൻ്ററി പ്ലഷർ, ഈ താൽക്കാലിക സന്തോഷം നമുക്ക് വരുത്തിവെക്കുന്ന അപകടം, നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തോടൊപ്പമുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഇതെല്ലാം നമ്മിൽ തകരാൻ കാരണമാകും. അതിനാൽ ഒരിക്കൽ കൂടി നമ്മളെ ദൈവകരുണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് വരെ നമ്മൾ സുഖം തേടിപ്പോയ നാളുകൾ, ഇന്ന് വരെ ദൈവത്തിൽ നിന്ന് അകന്ന നാളുകൾ, ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞുവോ, അതെല്ലാം നമ്മൾ ദൈവത്തെ നിഷേധിച്ചുവോ, ദൈവസ്വരത്തെ നിഷേധിച്ചുവോ, അതിനെല്ലാം മാപ്പ് ചോദിച്ച് ഒരിക്കൽ കൂടി നമ്മൾ ദൈവകരുണയിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. നമ്മളെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുക. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, ഈ 3 മേഖലയിൽ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 3 മേഖല, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം, ഇത് 3ഉം യേശുവിനോട് ചേർന്ന് നിൽക്കണം. ഒരു പക്ഷേ നമ്മൾ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ, അവരുടെ മനസ്സ് സജ്ജമായിരുന്നുവെങ്കിലും ശരീരം ബലഹീനമായിരുന്നു. ചിലപ്പോൾ മാനസികമായ സമ്മർദ്ദം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ശാരീരികമായിരിക്കാം നമ്മുടെ ക്ഷീണം, ചിലപ്പോൾ ഭൗതികമായിരിക്കാം, ബുദ്ധിപരമാകാം നമ്മളുടെ അകലം. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ഈ അപ്പത്തിൽ യേശു ജീവിക്കുന്നുവോ എന്നത് അത് ബുദ്ധിപരമായ ഒരകലമാണ്. ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരു പക്ഷേ എൻ്റെ ശരീരം ബലഹീനമാണ്, പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ക്ഷീണം, എനിക്ക് ഉറക്കം, എനിക്ക് പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ അത് മാനസിക പ്രശ്നമാകാം, ശാരീരികമാകാം. 3, അത് ആത്മീയമാകാം. എൻ്റെ ആത്മാവിൽ പാപത്തിൻ്റെ കെട്ടുകൾ. അപ്പോൾ ഈ 3 മേഖലയിലെ ബന്ധനം, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു പ്രതിസന്ധിയിൽ ദൈവത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. ഈ നിമിഷം നമ്മുടെ കുടുംബത്തെ, നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വസ്ഥതയില്ല, എൻ്റെ മനസ്സിലൊരു കംഫർട്ടില്ല, എൻ്റെ ശരീരത്തിൽ ഒരു സ്വസ്ഥതയില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ശാരീരിക രോഗങ്ങളാൽ ഞാൻ അസ്വസ്ഥപ്പെടുന്നു, മാനസിക പീഡകളാൽ ഞാൻ അസ്വസ്ഥപ്പെടുന്നു. ഒരു വേള എൻ്റെ ആത്മാവിൽ ചില കഴിഞ്ഞകാല പാപങ്ങൾ എന്നെ വേട്ടയാടുന്നു. പല ആവർത്തി കുമ്പസാരിച്ചിട്ടും എനിക്ക് ആ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ നീ ഇപ്പോൾ അനുഭവിക്കുന്ന, ഒരു പക്ഷേ നീ എന്ന മകൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ ആത്മാവിലാകാം, അല്ലെങ്കിൽ ശരീരത്തിലാകാം, അല്ലെങ്കിൽ മനസ്സിലാകാം, അതും അല്ലെങ്കിൽ ബുദ്ധിപരമാകാം. ഈ നിമിഷം ഈ 4 മേഖലകൾ യേശുവിനോട് ചേർത്ത് വെച്ച് ഇന്നത്തെ നമ്മുടെ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിങ്ങളെ കൊടുത്തു പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ എൻ്റെ മകനെ ഓർത്ത്, എൻ്റെ മകളെ ഓർത്ത്, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത് വേദനിച്ചുകൊണ്ട്, എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മനസ്സ് മാറണം, എൻ്റെ
മകൻ, എൻ്റെ മകൾ ഒരു വിശുദ്ധിയിലേക്ക് വഴിയിലേക്ക് വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ മകനോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഉണ്ടാകണമെന്നില്ല. ഇതാ നിങ്ങളുടെ മകൻ, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം യേശു നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായി കിടക്കുന്നവരുടെ ശരീരത്തിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. പല മാനസിക സമ്മർദ്ദങ്ങളിൽ കഴിയുന്ന എല്ലാ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. 1 യോഹന്നാൻ 1:7 വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങൾ ഈ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. 1 യോഹന്നാൻ 1:7 അഭിഷേകം വരട്ടെ. 1 യോഹന്നാൻ 1:7 അഭിഷേകത്തിൽ രോഗങ്ങൾ സുഖപ്പെടട്ടെ. ക്യാൻസർ രോഗികൾ സുഖപ്പെടട്ടെ. പകർച്ചവ്യാധി രോഗികൾ മാറിപ്പോകട്ടെ. ഈശോയെ, കിഡ്നി രോഗികൾ സുഖപ്പെടട്ടെ. തളർവാദ രോഗികൾ സുഖപ്പെടട്ടെ. ശിരസ് മുതൽ കാൽപാദം വരെയുള്ള രോഗപീഠകൾ യേശുവിന്റെ വചനത്താൽ അഴിയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. വചനത്തിൻ ശക്തി എന്നിലയച്ച് സൗഖ്യമായി നീ എന്നിൽ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് സൗഖ്യമായി നീ എന്നിൽ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് അഭിഷേകമായി എന്നെ മാറ്റണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് അഭിഷേകമായി എന്നെ മാറ്റണേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും 1 യോഹന്നാൻ 1:7 വചനത്തിൻ്റെ അഭിഷേകം ഇറങ്ങാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് ഏത് ദുഃഖത്തിൽ നിൽക്കുന്നുവോ അവിടേക്ക് യേശുവിൻ്റെ ശക്തി, സൗഖ്യം, വിടുതൽ കടന്നു വരുന്നു. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സൗഖ്യമാ ശക്തിയാ ഞങ്ങളിൽ നിറയണമേ. സൗഖ്യമാ ശക്തിയാ ഞങ്ങളിൽ നിറയണമേ. സൗഖ്യമാ ശക്തിയാ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം 1 യോഹന്നാൻ 1:7. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു.